പോലീസ് ക്ലബിൽ നിന്നും ഡിന്നർ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇരുട്ടത്തെ ആക്രമണം ഉണ്ടായത്. എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ അവരൊരു 5-8 പേരുണ്ടായിരുന്നു. കൂടെ നാരായണൻകുട്ടിയും. ശ്രീപീഡന കേസിലെ പ്രതികളുടെ ലിസ്റ്റിൽ നാരായണൻകുട്ടിയുടെ പേര് ഞാനാണ് എഴുതി ചേർത്തതെന്ന് കള്ളമൊഴി കൊടുക്കണമെന്ന് അവന്മാർ ആവശ്യപ്പെട്ടു. അവർ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ കൊന്നു കളയെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വടിവാളും സൈക്കിൾ ചെയിനും കൊണ്ട് അവരെന്നെ ഇടവും വലവും നോക്കാതെ മാരകമായി എടുത്തിട്ട് പെരുമാറി. യു മേ പ്രൊസീഡ്. 4-ാം പ്രതിയായ നാരായണൻകുട്ടി ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SI ചന്ദ്രനെ മർദ്ദിച്ചവശനാക്കി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തനിക്ക് അനുകൂലമായി മൊഴി കൊടുക്കാൻ നിർബന്ധിച്ചത് ബഹുമാനപ്പെട്ട കോടതിക്ക് നേരിട്ട് അറിവുള്ളതാണല്ലോ. SI ചന്ദ്രനാണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു ക്രിമിനൽ കുറ്റം മറച്ചു പിടിക്കാൻ മറ്റൊരു ക്രിമിനൽ കുറ്റം കൂടി ചെയ്ത ഈ പ്രതിയുടെ കുറ്റവാസന ഈ മർദ്ദനം കൊണ്ട് തന്നെ നേരിട്ട് വ്യക്തമാകും. പോലീസുകാരനെ മർദ്ദിച്ചതിന് മറ്റൊരു കേസും കൂടെ പ്രതിയുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നു. IPC 326 പ്രകാരം. സ്റ്റാർലൈറ്റ് ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ട് എത്ര കാലമായി? 5 വർഷത്തോളമായി. നാരായണൻകുട്ടി മുറിയെടുത്ത സമയത്ത് നിങ്ങളായിരുന്നു ഡ്യൂട്ടി? അതെ. ഒറ്റയ്ക്കായിരുന്നു മുറിയെടുത്തത്? കൂടെ 2 ആണുങ്ങളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. നാരായണൻകുട്ടി അറിയും? അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. സംഭവം നടന്ന ദിവസം നിങ്ങൾ ആ ഹോട്ടലിൽ എന്തിനു പോയി? ഞാനും എൻ്റെ സുഹൃത്ത് ശങ്കരൻകുട്ടിയും കൂടി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. രാത്രി 12 മണിക്ക്? അതെ. നാരായണൻകുട്ടി അവിടെ വന്നിരുന്നു? എന്തുകൊണ്ടാണ് സഹപ്രവർത്തകനെ കണ്ടിട്ടും സംസാരിക്കാതിരുന്നത്? അദ്ദേഹം അമിതമായി മദ്യപിച്ചിരുന്നു. ഒപ്പം ഒരു ചെറിയ പെൺകുട്ടിയും മറ്റു 2 പേരും. ശങ്കർ യൂണിയൻ ലീഡറാണല്ലേ? അതെ. താങ്കൾ അന്ന് രാത്രി മിസ്റ്റർ അലവിയോടൊപ്പം ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? സ്റ്റാർലൈറ്റ് ഹോട്ടലിൽ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിലെ പ്രതിയാണ്, അറിയാമല്ലോ? അറിയാം. സംഭവം നടന്ന ദിവസം നിങ്ങളോടൊപ്പം ആരെല്ലാം ഉണ്ടായിരുന്നു? മുഹമ്മദ് ഖാനും വക്കാലത്ത് നാരായണൻകുട്ടിയും. പൊതുജന സമ്മതിയുള്ള വക്കാലത്ത് നാരായണൻകുട്ടി കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഭയമുണ്ടായിരുന്നില്ല? ഇല്ല. വക്കാലത്ത് നാരായണൻകുട്ടി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സംഭവം പിടിക്കപ്പെടില്ല എന്ന് കരുതി. നിങ്ങളന്ന് മദ്യപിച്ചിരുന്നു? മദ്യപിച്ചിരുന്നു. വക്കാലത്ത് നാരായണൻകുട്ടിയോ? അയാളും മദ്യപിച്ചിരുന്നു. എത്ര മണിക്കാണ് സംഭവം നടന്നത്? രാത്രി 12 മണി കഴിഞ്ഞ്. എങ്ങനെ ഇത്ര കൃത്യമായി പറയുന്നു? സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച സ്റ്റാർലൈറ്റ് ഹോട്ടലിലേക്ക് പോയത്. നിങ്ങൾ സിനിമയ്ക്ക് പോയി? അതെ. ഏത് സിനിമ? ടൈറ്റാനിക്. സിനിമയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു? കാരണം ഈ ചിത്രം റിലീസ് ചെയ്ത ദിവസമായിരുന്നു അന്ന്. അതായത് ഈ ജനുവരി 31. Thank you.